2026 എന്നെ സംബന്ധിച്ച് അത്ര നല്ല രീതിയിലല്ല പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൽ ക്ലാസിക്കോയില് റയൽ മഡ്രിഡ് തോറ്റത് തൊട്ട് ഇന്നലെ രാത്രി അൽ ക്ലാസിക്കോയിലെ അൽ നാസർ തോറ്റത് വരെ എല്ലായിടത്തും ഞാൻ തോൽക്കുകയാണ്. കുറച്ച് ആൾക്കാർക്ക് സംശയം ഉള്ളതുകൊണ്ട് പറയാ, റയൽ മഡ്രിഡ് തോറ്റതുകൊണ്ടൊന്നല്ല ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യാത്തത്. ഞാൻ വീട്ടിലില്ലേനു, ഐ വാസ് ട്രാവലിംഗ്. ഈ ഒരു എൽ ക്ലാസിക്കോ മാച്ച് നടന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ കളി മര്യാദക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ക്ഷമിക്കണം. ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കുത്തി വെച്ചിട്ടൊക്കെ കളി കണ്ടത്. അതിനിടയിൽ ഒരു 5 മിനിറ്റ് ഞാനൊന്ന് ഫോൺ ഓഫാക്കി. അപ്പൊ കളി 1-0 ഒറ്റടിക്ക് 2-2 ആയി. ഞാൻ എന്താ ചെയ്യാ? ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു റയലിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല എന്നുള്ളത്. അതെന്തായാലും അവര് അങ്ങനെ തന്നെ കാണിച്ച് തന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ സന്തോഷമായി. സംഭവം സ്കോർ ലൈന് 3-2 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു മാച്ചാണ്. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആകെ ഞാൻ കണ്ട 1-2 നല്ല കാര്യങ്ങൾ എന്താണെന്നറിയാം. ഒന്ന്, വിനീഷ്യസിന്റെ ആ ഒരു ഗോള്, അത് അടിപൊളിയായി. ബാക്കി മാച്ചിൽ മൊത്തം ആളൊരു മേനല്ലാത്ത കളിയാണെങ്കിലും ആ ഗോള് അതെടുത്ത് തന്നെ പറയണം. ആൻഡ് ഓഫ് കോഴ്സ് എംബാപ്പെ ഇറങ്ങിയ ആ ഒരു കുറച്ച് മിനിറ്റ്സ് ആള് നന്നായി കളിച്ചിരുന്നു. ഒരു പക്ഷേ എംബാപ്പെ ഫുൾ 90 മിനിറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ മേ ബി റയലിന് എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് ഉണ്ടാകുമായിരുന്നു. കാരണം ആളാണല്ലോ അവരുടെ ബെസ്റ്റ് പ്ലെയർ. ഇനിയിപ്പോ അതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് അണ്ടർ ഹാൻസി ഫ്ലിക്ക് ബാർസലോണ സ്റ്റിൽ വിന്നിങ്. പക്ഷേ റയലിനെ പറ്റിയിട്ടും സാബിയെ പറ്റിയിട്ടും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഹി ഗോട്ട് സാക്ഡ്. പെട്ടെന്ന് സർപ്രൈസ് ആയിട്ടുണ്ട് ഒരു സാക്കിംഗ് അനൗൺസ്മെന്റ് വരിക. ഒട്ടുമിക്ക ആളുകളും ഭയങ്കര ഷോക്ക്ഡ് ആണ് ഒബ്വിയസ്ലി ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ. ബട്ട് ലെറ്റ്സ് ബി റിയൽ, റയൽ മഡ്രിഡിനെ പോലെയുള്ള ഒരു ബിഗ് ക്ലബിനെ സംബന്ധിച്ച് റിസൾട്ട്സ് വേണം. ഓക്കെ, കളിക്കൊരു മേനല്ലെങ്കിലും റിസൾട്ട്സ് ഇല്ലെങ്കിൽ, ട്രോഫീസ് ഇല്ലെങ്കിൽ ഇതൊക്കെ നടക്കും. പിന്നെന്താ, കഴിഞ്ഞ മാസം മുതലേ റൂമേഴ്സ് ഉണ്ട് സാബി അലോൺസോ പല പ്ലേയേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂമിൽ ആൾക്ക് ആ ഒരു ഹോൾഡ് ഇല്ല എന്നുള്ള കാര്യം. കാരണം റയൽ മഡ്രിഡിനെ പോലെയുള്ള സൂപ്പർ ടീംസിനെ സംബന്ധിച്ച് കുറേ അധികം സൂപ്പർ സ്റ്റാർസ് ഉണ്ട്. അപ്പോൾ ഡ്രസ്സിംഗ് റൂം മാനേജ് ചെയ്യാന്നുള്ളത് കൂടെ ഒരു ടാക്ടിക്സ്, പ്ലേയിങ് സ്റ്റൈല്, ഇതിനെല്ലാം പുറമെ ഡ്രസ്സിംഗ് റൂം കൂടെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. അലോൺസോയുടെ കേസിൽ ആ ഒരു സംഭവം തന്നെ ആവും സാക്കിങ്ങിനുള്ള പ്രൈം ഫാക്ടർ. അല്ലാതെ ഒരു ടീമിനെ മൊത്തത്തിൽ ബിൽഡ് ചെയ്യാനുള്ള ഒരു ടൈമും കാര്യമൊന്നും ആൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. എന്തായാലും അൽവാരോ അർബലോവ, ഫോമർ റയൽ മഡ്രിഡ് പ്ലെയർ, അതുപോലെ കഴിഞ്ഞ ദിവസം വരെ റയൽ മഡ്രിഡിന്റെ യൂത്ത് ടീമിന്റെ മാനേജറൊക്കെ ആയിരുന്നു, ആളാണ് ഇനി കെയർ ടേക്കിംഗ് മാനേജർ ആയിട്ട് വരുന്നത്. ആളുകള് ആളുടെ ടാക്ടിക്സും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗൈസ്, കാം ഡൗൺ, ഓക്കെ, കാം ഡൗൺ. ആള് സ്ഥിരം റയൽ മഡ്രിഡ് കോച്ച് ആവാനുള്ള ചാൻസ് ഒന്നുമില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാവും. ആൻഡ് ഒബ്വിയസ്ലി ആള് കോച്ച് ആയിരുന്നു എന്നുള്ളത് പോലും എനിക്കറിയില്ലേനു കേട്ടോ, ഞാനിപ്പോൾ അറിഞ്ഞത്. ഇനി നമുക്ക് അൽ ക്ലാസിക്കോ ആൻഡ് അൽഫ്രോഡ് നാസറിനെ കുറിച്ചിട്ട് സംസാരിക്കാം. ഇവിടെ ഞാൻ അധികം ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അൽ നാസറിന്റെ ഭാഗത്തുനിന്ന്. ബട്ട് എനിക്ക് ചെറിയൊരു ഹോപ്പ് തന്നിട്ട്, ഓക്കെ, ആന തന്നിട്ട് എൻ്റെ ആശന അവരെടുത്തു. ഗോൾ കീപ്പർ നവാഫ് അന്നെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിൽ വരെ എൻ്റെ മിസ്റ്റേക്ക് സാരല്ല, അടുത്ത മാച്ച് തൊട്ട് സ്ട്രോങ് ആയി വാ എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞ ആളാണ് ഞാൻ. വൈ വല്ല ആവശ്യമുണ്ടേനോ? വല്ല ആവശ്യമുണ്ടേനോ? മര്യാദക്ക് കളിച്ചുകൊണ്ടിരുന്ന ടീമിനെ മൊത്തത്തിലാണ് അടിയേക്ക് കൊണ്ടുപോയി. എനിക്കറിയാം എല്ലാവരും നവാഫിനെ കുറ്റം പറയും, ആൻഡ് റൈറ്റ്ഫുള്ളി സോ. ഓൻ കാരണം തന്നെയാണ്. ഓക്കെ, ഒരു ചാൻസ് ഉണ്ടതിൻ്റെ മാച്ച് കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോയത്. പക്ഷെ ഇതേ ആൾക്കാർ അയർലൻഡിനെതിരെയുള്ള CR7 കഴപ്പിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ രണ്ടും ഒരേപോലെ ആവണം കേട്ടോ. ഓക്കെ, രണ്ട് സിറ്റുവേഷനും ഒന്നാ. CR7 പോർച്ചുഗലിനെ പണി കൊടുത്ത്, ഇപ്പൊ നവാഫ് അൽ നാസറിന് പണി കൊടുത്ത്. നവാഫിനെ കുറ്റം പറഞ്ഞ് CR7 മെഴുകാൻ നിൽക്കരുത്, ന്യായീകരിച്ച് മെഴുകാൻ നിൽക്കരുത്. CR7 സംബന്ധിച്ച് കഴിഞ്ഞ ഫ്യൂ മാച്ചസിനേക്കാൾ ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. കാരണം കുറച്ച് പന്തേ കിട്ടിയിട്ടുള്ളൂ, പക്ഷെ കിട്ടിയത് ആൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഹി സ്കോർഡ് ദ ഓൺലി ഗോൾ ഫോർ അൽ നാസർ. ബാക്കി എന്താ, അൽ ഹിലാൽ വാസ് ഒബ്വിയസ്ലി ബെറ്റർ. എക്സ്പെഷ്യലി അൽ നാസറിൽ ഒരാൾ കുറവും കൂടെയാണല്ലോ. ഒരു തോറ്റ്, ഐ മീൻ അൽ നാസർ തോറ്റു, അൽ ഹിലാൽ ജയിച്ചു. അവർക്ക് 2 പെനാൾട്ടി കൂടെ കിട്ടി. ഇത്തവണയും ട്രോഫിലെസ് സീസൺ ഇൻകമിങ്. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ ഒരു അവസ്ഥ. ഞാൻ അണ്ണൻ്റെ ആ ഗോളിന് 100 പുഷപ്പ് വരെ ഡെഡിക്കേറ്റ് ചെയ്ത് അപ്പം തന്നെ ചെയ്ത് കാണിച്ചു കൊടുത്തതാ. എന്നോട് ഇങ്ങനെ വേണ്ടില്ലേനോ? അപ്പൊ ശരി, ബൈ.